വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ ഔട്ടായത് ഒരു തെറ്റായ തീരുമാനമാണോ? അമ്പയറിന് തെറ്റുപറ്റിയതാണോ അതൊരു നോബോൾ ആയിരുന്നില്ലേ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള IPLലെ നിർണായക പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൂപ്പർ താരമായ വിരാട് കോഹ്ലിയുടെ പുറത്താവൽ ഇപ്പോൾ ഇങ്ങനെ വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിരാട് കോഹ്ലി ശരിക്കും ഇത് ഔട്ടാണോ? റൺ ചേസിൽ ഉജ്ജ്വലമായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കെയാണ് പേസർ ഹർഷിത് റാണ എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ വിരാട് കോഹ്ലി പുറത്തായത്. 7 പന്തിൽ 2 ഫോറും ഒരു സിക്സറും അടക്കം 18 റൺസ് എടുത്ത അദ്ദേഹത്തെ പേസർ ഹർഷിത് റാണ സ്വന്തം ബോളിംഗിൽ പിടികൂടുകയായിരുന്നു. മൂന്നാം ഓവറിലെ ആദ്യ പന്തിലാണ് RCB ഞെട്ടിച്ചുകൊണ്ട് വിരാട് കോഹ്ലി വീഴുന്നത്. അരക്കെട്ടിന്റെ ഉയരത്തിൽ വന്ന ഒരു ഫുൾ ടോസ് ബോളിനെ ബാറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാനാണ് കോഹ്ലി ശ്രമിച്ചത്. പക്ഷേ ബാറ്റിൽ തട്ടി ഉയർന്ന ബോൾ നേരെ ഹർഷിതിന്റെ കൈകളിലെത്തുകയായിരുന്നു. തുടർന്ന് അമ്പയർ ഔട്ട് വിധിച്ചതോടെ കോഹ്ലി റിവ്യൂ എടുക്കുന്നു. റീപ്ലേകൾ പരിശോധിച്ച തേടംപയറും ഈ തീരുമാനം തന്നെ ശരിവെക്കുകയായിരുന്നു. അപ്പോൾ ക്രീസിന് അല്പം പുറത്തേക്ക് ഇറങ്ങിയാണ് കോഹ്ലി സ്ട്രൈക്ക് നേരിട്ടതെന്ന് നമുക്ക് റീപ്ലേയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ബോൾ കയ്യിൽ നിന്നും റിലീസ് ചെയ്ത ശേഷം മുകളിൽ നിന്നും താഴേക്കാണ് വരുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമായിരുന്നു. കോഹ്ലിയുടെ അരക്കെട്ടിന് നേരെയാണ് ഈ ബോൾ വരികയും ചെയ്തത്. ഈ കാരണത്താൽ തന്നെയാണ് തേടംപയറും വിരാട് കോഹ്ലിക്കെതിരെ അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചത്, ഔട്ട് എന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. തേടംപയറുടെ തീരുമാനം ശരിക്കും അദ്ദേഹത്തെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. രോഷത്തോടെ ക്രീസ് വിടവെ പെട്ടെന്ന് അമ്പയർമാരുടെ അരികിലേക്ക് വന്ന കോഹ്ലി അവരോട് രോഷം പ്രകടിപ്പിക്കുകയും വാദിക്കുകയും ചെയ്തതൊക്കെ കാണാമായിരുന്നു. ആ സമയത്ത് നോൺ സ്ട്രൈക്കറുടെ എൻഡിലുണ്ടായിരുന്ന RCB നായകൻ ഫാഫ് ഡുപ്ലസിക്കും ഈ തീരുമാനത്തിൽ അദ്ദേഹവും അത്ര തൃപ്തനായിരുന്നില്ല. വിരാട് കോഹ്ലി പുറത്തായി മടങ്ങുമ്പോൾ അമ്പയറോട് ഡുപ്ലസി പുറത്താവലിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായത്. ആരാധകരുടെ ഭാഗത്തു നിന്നും സമ്മിശ്ര പ്രതികരണമാണ് വിരാട് കോഹ്ലിയുടെ പുറത്താവലിനെ കുറിച്ച് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആരാധകർ വിരാട് ശരിക്കും ഔട്ട് തന്നെയാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അത് ഔട്ടല്ലെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ IPLൽ തുടർത്തോൽവികൾക്ക് ബ്രേക്കിട്ടുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താനും പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനുമുള്ള സുവർണാവസരം കളഞ്ഞു കുളിക്കുകയായിരുന്നു റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു കഴിഞ്ഞ മത്സരത്തിൽ. ഈഡൻ ഗാർഡൻസിൽ നടന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ജയിക്കേണ്ടിയിരുന്ന മത്സരമാണ് RCB നഷ്ടപ്പെടുത്തിയത് എന്ന് നിസ്സംശയം പറയാം. കൈക്കുമ്പിളിൽ നിന്നാണ് RCB മികച്ചൊരു ജയം കഴിഞ്ഞ മത്സരത്തിൽ നഷ്ടപ്പെടുത്തിയത്. 223 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന RCB അവസാന പന്തിൽ 221 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 1 റൺസിന്റെ നാടകീയമായ വിജയമാണ് ശ്രേയസ് അയ്യരും സംഘവും കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തമാക്കിയത്. റൺ ചേസിൽ തുടക്കം പാളിയ ശേഷമാണ് RCB പിന്നീട് സടകുടഞ്ഞെഴുന്നേറ്റത്. മൂന്നാം വിക്കറ്റിൽ 102 റൺസിന്റെ കൂട്ടുകെട്ടുമായി വിൽ ജാക്സും രജത് പട്ടിദാറും ടീമിനെ കൈപിടിച്ചുയർത്തുകയായിരുന്നു. 11 ഓവറുകൾ കഴിയുമ്പോൾ RCB വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റിന് 137 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു ആ സമയത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 50കൾ വീതം നേടി വിൽ ജാക്സും 55, രജത് പട്ടിദാറുമായിരുന്നു 52 ആ സമയത്ത് ക്രീസിൽ. 8 വിക്കറ്റുകൾ കയ്യിലിരിക്കെ 54 പന്തിൽ ആ സമയത്ത് ജയിക്കാൻ വേണ്ടിയിരുന്നത് 86 റൺസ് മാത്രമായിരുന്നു. 1-2 മികച്ച ഓവറുകൾ ലഭിച്ചാൽ RCBക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ആ ഘട്ടത്തിൽ ടീം ജയിക്കുമെന്ന് ആരാധകരും ഉറപ്പിച്ച നിമിഷമായിരുന്നു അത്. പക്ഷേ 12ാം ഓവറിലാണ് മത്സര ഗതി മാറുന്നത്. ആന്ദ്രെ റസലിനെ ഈ ഓവറിൽ ശ്രേയസ് അയ്യർ ബോൾ ചെയ്യാൻ വിളിക്കുകയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ജാക്സനെ മടക്കിയ റസൽ KKRന് നിർണായക ബ്രേക്ക് ത്രൂ ആ സമയത്ത് നൽകുകയായിരുന്നു. അപ്പോൾ സീസണിൽ RCBയുടെ തുടർച്ചയായ 6ാമത്തെ തോൽവി കൂടിയാണിത്. ഇതോടെ RCBയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്കും മങ്ങലേറ്റിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ അവസാന 2 പന്തിൽ RCBക്ക് ജയിക്കാൻ 3 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ 5ാമത്തെ പന്തിൽ കരൺ ശർമ്മ 7 ബോളിൽ 20 റൺസ് നേടിയിരുന്ന അദ്ദേഹം പുറത്തായത് കളിയിലെ ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നു. അവസാന പന്തിൽ ജയിക്കാൻ 3 റൺസ് വേണമെന്നിരിക്കെ 1 റൺസ് മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. ഡബിളിന് ശ്രമിക്കവേ ലോക്കി ഫെർഗൂസൺ റണ്ണൌട്ടായതോടെ RCBയുടെ ഇന്നിംഗ്സും 1 റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ റൺ ചേസിന്റെ തുടക്കത്തിലാണ് RCBയുടെ തുടക്കം പാളി. നമുക്കറിയാം, വിവാദപരമായ ആ തീരുമാനത്തിലൂടെ കോഹ്ലി 18 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ഔട്ടാവുന്നു. അതിനുശേഷം ഡുപ്ലസി മടങ്ങുന്നു. ആ സമയത്ത് RCBയുടെ സ്കോർ ബോർഡിൽ 35 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 3ാം വിക്കറ്റിലാണ് ജാക്സ് പട്ടിദാർ ജോഡി 102 റൺസിന്റെ തകർപ്പൻ കൂട്ടുകെട്ടുമായി RCBയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റസൽ എറിഞ്ഞ 12ാം ഓവറിൽ ജാക്സും പട്ടിദാറും പുറത്തായതോടെ RCB ഞെട്ടുകയുണ്ടായി. സമാനമായ ഷോക്ക് പിന്നീട് 13ാം ഓവറിലും അവർക്ക് നേരിടേണ്ടി വന്നു. സുനിൽ നരേന്റെ ഓവറിൽ കാമറൂൺ ഗ്രീൻ, മഹിപാൽ, റോംലോർ എന്നിവർ പുറത്തായതോടെ RCB 6 വിക്കറ്റിന് 155ലേക്ക് വീഴുകയും ചെയ്തു. ദിനേഷ് കാർത്തിക് 25 റൺസ് നേടി ഒരിക്കൽ കൂടി പൊരുതിയെങ്കിലും ടീമിനെ ജയിപ്പിക്കാനായില്ല. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേദപ്പെട്ട തുടക്കമാണ് അവർക്ക് ലഭിച്ചത്. സുനിൽ നരേൻ റൺസ് കണ്ടെത്താനാവാതെ ഈ മത്സരത്തിൽ പ്രയാസപ്പെട്ടപ്പോൾ ഫിൽ സാൾട്ട് മറുവശത്തു നിന്നും കടന്നാക്രമിച്ചു. 14 പന്തിൽ 7 ഫോറും 3 സിക്സും ഉൾപ്പെടെ 48 റൺസ് എടുത്ത ഫിൽ സാൾട്ടിനെ പുറത്താക്കിയത് മുഹമ്മദ് സിറാജാണ്.
രജത് പട്ടിദാറിന്റെ ക്യാച്ചിലായിരുന്നു സാൾട്ടിന്റെ മടക്കം. പവർ പ്ലേയിൽ സാധാരണഗതിയിൽ കത്തിക്കയറാറുള്ള നരേനെ ഓഫ് സൈഡ് യോർക്കറുകളിലൂടെയാണ് RCB ബോളർമാർ പൂട്ടിയത്. 15 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 10 റൺസ് എടുക്കാനേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. യേഷ് ദയാലിന്റെ പന്തിലായിരുന്നു പുറത്തായത്. 3-ാം നമ്പറിൽ മികവ് കാട്ടിയിരുന്ന അൻകുഷ് രഘുവംശിക്കും ഈ മത്സരത്തിൽ തിളങ്ങാനായില്ല. 4 പന്തിൽ 3 റൺസ് എടുത്ത രഘുവംശിയെ യേഷ് ദയാലാണ് പുറത്താക്കിയത്. 4-ാം നമ്പറിൽ ഇറങ്ങിയ വെങ്കടേഷ് അയ്യർ 3 ബൗണ്ടറി അടക്കം പ്രതീക്ഷ നൽകിയെങ്കിലും വലിയ സ്കോറിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 8 പന്തിൽ 16 റൺസാണ് വെങ്കടേഷ് നേടിയത്. പ്ലേയിങ് ലെവലിലേക്ക് തിരിച്ചെത്തിയ കാമറൂൺ ഗ്രീനാണ് വെങ്കടേഷിനെ ആ ഘട്ടത്തിൽ പുറത്താക്കിയത്. വമ്പനടിക്കാരനായ ഫിനിഷർ റിങ്കു സിംഗിനും കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായ പ്രകടനം നടത്താനായില്ല. 16 പന്തിൽ 2 ഫോറും 1 സിക്സും അടക്കം 24 റൺസാണ് റിങ്കു നേടിയത്. ലോക്കി ഫെർഗൂസിന്റെ പന്തിലായിരുന്നു റിങ്കുവിന്റെ മടക്കം. പക്ഷേ മറുവശത്ത് ശ്രേയസ് അയ്യർ ആ സമയത്ത് റൺസ് ഉയർത്തി നിൽക്കുകയായിരുന്നു. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിച്ചില്ലെങ്കിലും അർദ്ധ സെഞ്ചുറിയുടെ അടിത്തറവാകാൻ ശ്രേയസിന് സാധിച്ചു. 36 പന്തിൽ 7 ഫോറും 1 സിക്സും അടക്കം 50 റൺസ് നേടിയ ശ്രേയസിനെ ഗ്രീനാണ് പുറത്താക്കിയത്. അവസാന ഓവറുകളിൽ രമൺദീപ് സിംഗ് KKRനായി റൺസ് ഉയർത്തിയ കാഴ്ച നമ്മൾ കണ്ടു. 9 പന്തിൽ 2 വീതം 6ഉം 4ഉമായി അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ആൻഡ്രൂ റസൽ 20 പന്തിൽ 4 ഫോർ ഉൾപ്പെടെ 27 റൺസോടെ ക്രീസിൽ തുടർന്നു. ഇതോടെ 6 വിക്കറ്റ് 222 എന്ന സ്കോറിലേക്ക് എത്താൻ KKRന് സാധിച്ചു. RCBക്കായി യേഷ് ദയാൽ, കാമറൂൺ ഗ്രീൻ എന്നിവർ 2 വിക്കറ്റ് പങ്കിട്ടപ്പോൾ മുഹമ്മദ് സിറാജും ലോക്കി ഫെർഗൂസനും ഓരോ വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. പക്ഷേ ഈ മത്സരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ ആ വിവാദപരമായ ഔട്ടായിരുന്നു. അത് നോബോൾ ആണോ നോബോൾ അല്ലയോ എന്ന ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ്.